മഹാശിവരാത്രിയോടനുബന്ധിച്ചുള്ള ശിവാലയ ഓട്ടത്തിന്റെ ഭാഗമായി കന്യാകുമാരി ജില്ലയിലെ 12 ശിവക്ഷേത്രങ്ങളിൽ ഭക്തർ ദർശനം നടത്തുകയാണ്. തിരുമല ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം തിരുനട്ടാലത്ത് ശങ്കരനാരായണനെ തൊഴുത് പൂർത്തിയാകും. കാൽനടയായി സഞ്ചരിക്കുന്നതാണ് ആചാരരീതി. ശിവാലയ ഓട്ടത്തിലെ 9ാം ക്ഷേത്രമായ തിരുവിടയ്ക്കോട് ക്ഷേത്രത്തിൽ നിന്ന് എം മനോജ് ചേരുന്നു. മനോജ്, വിവരങ്ങൾ എന്താണ്? മനോജ്, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എവിടെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ശിവാലയ ഓട്ടം? വിവരങ്ങൾ. വീണ ഇപ്പോൾ നിൽക്കുന്നത് തിരുവിടയ്ക്കോട് ക്ഷേത്രത്തിലാണ്. 9ാമത്, അതായത് ശിവാലയ ഓട്ടത്തിൽ തിരുമല ക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി 9ാമത് ക്ഷേത്രത്തിലാണ്. അവിടേക്കാണ് ഇപ്പോൾ ഈ ശിവഭക്തരൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സന്ധ്യാദീപാരാധനയോട് കൂടി തന്നെയാണ് തിരുമലയിൽ നിന്നും ഈ ഒരു യാത്ര, ഈ ശിവാലയ ഓട്ടം ആരംഭിച്ചത്. അത് കഴിഞ്ഞപ്പോൾ ഓരോ ക്ഷേത്രമായി കഴിഞ്ഞ് അവസാനത്തെ ക്ഷേത്രത്തിലെത്തിയവരുമുണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ക്ഷേത്രവുമായി അങ്ങനെ ദർശനം നടത്തി മുന്നോട്ട് പോകുന്നവരുമുണ്ട്. അവരൊക്കെ തന്നെ കയ്യിൽ വീശറിയുമായി അതോടൊപ്പം ഭസ്മക്കിഴികളും പണക്കിഴികളും ഒക്കെ അങ്ങനെ ദർശനം നടത്തുവാൻ വേണ്ടി എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ക്ഷേത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ, അതായത് ഈ തിരുവിടയ്ക്കോട് ശിവക്ഷേത്രം ജഡയപ്പൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണെന്നാണ് പറയുക. അതായത് ഈ ജഡ എന്ന് പറയുന്നത് നമുക്കറിയാം, ശിവന്റെ ആ ജഡയുള്ള ആ ഒരു ജഡയപ്പൻ എന്ന ഉദ്ദേശത്തോടുകൂടി അത്തരത്തിലാണ് ഒരു പ്രതിഷ്ഠ ഇവിടെ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടെ നന്ദികേശന് ജീവൻ വച്ചതോടെ തിരുവിടയ്ക്കോട് എന്ന പേര് വന്നുവെന്നും ഒരു ഐതിഹ്യമുണ്ട്. എന്തായാലും ഇപ്പോൾ ഭക്തജനങ്ങൾ അങ്ങനെ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്ന ദൃശ്യങ്ങളാണ്. 9ാമത്തെ ക്ഷേത്രത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനിയും ഉണ്ട് ക്ഷേത്രങ്ങൾ. 12ാമത് ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ ഒരു ശിവാലയ ഓട്ടം പര്യവസാനിക്കുന്നത്. അതിൻ്റെയൊക്കെ തന്നെ ഓരോ കുട്ടികളായാലും മുതിർന്നവരായാലും അവരൊക്കെ തന്നെ ഗോവിന്ദ ഗോപാല എന്നുള്ള മന്ത്രമാണ് ഓരോ ക്ഷേത്രത്തിലെത്തുമ്പോഴും മുഴക്കുന്നത്. അത് ശൈവ വൈഷ്ണവ ബന്ധത്തിൻ്റെ ആ ഒരു ആഴമുട്ടി ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ഭക്തരും അങ്ങനെ ഈ ശിവാലയത്തിൻ്റെ ഭാഗമാകുന്നത്. നമുക്ക് എല്ലാവരും അങ്ങനെ ക്ഷേത്രത്തിനോട്ട് കയറുകയാണ്. ഇനി അടുത്ത ക്ഷേത്രമെന്ന് പറയുന്നത് തിരുവിതാംകൂട്, അതായത് ഈ തിരുവിടയ്ക്കോട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തിരുവിതാംകൂട് ക്ഷേത്രമാണ്. അതിനുശേഷം ഈ തൃപ്പന്നിക്കോടുണ്ട്. അവസാനം തിരുനട്ടാലം ശിവക്ഷേത്രത്തിലെത്തിയാണ് ഈ ശങ്കരനാരായണ പ്രതിഷ്ഠയും ശിവപ്രതിഷ്ഠയും തൊഴുന്നതോടെ ഈ ശിവാലയ ഓട്ടക്രമം പര്യവസാനിക്കുക. ഓരോ ഭക്തരും, അതായത് ആയിരക്കണക്കിന് ഭക്തരാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് രാവിലെ പുലർച്ചെ ഈ ആദ്യ ക്ഷേത്രത്തിൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. പിന്നീട് ഓരോ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴും ആ തിരക്ക് അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതിൽ പ്രായഭേദമന്യേ നിരവധി ഭക്തർ ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഈ കന്യാകുമാരി ജില്ലയിലെ 2 താലൂക്കുകളിലാണ് ഈ 12 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രങ്ങൾ, ഈ ക്ഷേത്രങ്ങളിലെത്തി ശിവനെ ദർശിച്ചുകൊണ്ട് ഈ ഒരു ശിവരാത്രി ദിനം ഭക്തിപൂർവ്വമാക്കുവാൻ വേണ്ടി ആ ഒരു വ്രതം എടുത്തുകൊണ്ടാണ് ഓരോ ഭക്തരും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. അവരുടെ കയ്യിലുള്ള വീശറിയും ഭസ്മവും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. അതോടൊപ്പം കുട്ടികൾക്കൊക്കെ പുതിയൊരു അനുഭവം കൂടിയാണ് ഈ ഒരു ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അതായത് ഇത്രയധികം ക്ഷേത്രങ്ങൾ ദർശിച്ച് ഓരോ ക്ഷേത്രങ്ങളിലും ഭക്തിയാദരപൂർവ്വം അവരെ ഇവിടേക്ക് എത്തുന്ന ഭക്തരെ വരവേൽക്കാൻ ഇവിടെ നിരവധി, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരൊക്കെ കൃത്യമായി നിയന്ത്രിച്ച് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നു. ആ ദർശനത്തിന് ശേഷം ഓരോ ക്ഷേത്രത്തിലേക്കും അവരെത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ 12 ക്ഷേത്രങ്ങളിലെത്തി ദർശനം പൂർത്തിയാക്കി ഈ ശിവാലയം, അതായത് ഈ ശിവാലയ ഓട്ടം, അതായത് ശിവാലയം എന്ന് പറയുമ്പോൾ തന്നെ ശിവന്റെ ആലയം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ശിവന്റെ ക്ഷേത്രം, ആ ശിവാലയ ആലയങ്ങളിലേക്കുള്ള ഒരു ഓട്ടമാണ്. അത് ക്ഷേത്രമുണ്ടായതിനെ പറ്റി മഹാഭാരതവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ അത്തരത്തിലൊരു ഐതിഹ്യമുണ്ട്. ഭീമൻ ഉപേക്ഷിച്ചു പോയ ആ ഓരോ രുദ്രാക്ഷങ്ങളും ഓരോ ശിവലിംഗങ്ങളായി എന്നുള്ളതാണ്. അതിൽ ഓരോ ക്ഷേത്രങ്ങളിലേക്കും എത്തുമ്പോൾ അവസാനം ശങ്കരനാരായണൻ്റെ പ്രതിഷ്ഠയുണ്ട് എന്നുള്ളതും ഈ ശൈവ വൈഷ്ണവ ബന്ധത്തെയൊക്കെ ആ ഒരു ഐക്യമാണ് കാണിക്കുന്നത്. അതിൽ തന്നെയാണ് ഇവർ ഉരുവിടുന്ന ഓരോ മന്ത്രങ്ങളും നമുക്ക് കേട്ടാൽ മനസ്സിലാകും. അതായത് ശിവനെ ദർശിക്കുവാൻ വരുന്നവരെന്തിനാണ് ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കുന്നതെന്ന ഒരു സംശയമൊക്കെ ഉണ്ടാകാം. എന്നാൽ അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശൈവ വൈഷ്ണവ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ആ ഒരു കാര്യമാണ്. അതായത് പണ്ട് മുതൽക്ക് തന്നെ
ഈ ഒരു ശിവാലയ ഓട്ടം അങ്ങനെ കന്യാകുമാരി ജില്ലയിൽ നിലനിന്നിരുന്നു. എല്ലാ മലയാളികളും അതോടൊപ്പം തന്നെ തമിഴ്നാട്ടിലുള്ളവരുമൊക്കെ അതിൻ്റെ ഭാഗമാവുകയാണ്. എന്തായാലും വർഷങ്ങളായി ശിവാലയ ഓട്ടത്തിൽ പങ്കുചേരുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ കുഞ്ഞുങ്ങളുണ്ട്. എത്ര വർഷമായി? 17 വർഷം മുമ്പ് നടന്നു വരും. മുമ്പ് നടന്നു വന്നിട്ടില്ല. വണ്ടിയിൽ ബൈക്കില്. അപ്പോൾ ബാലരാമപുരം തിരുമല, തിക്കുറിശി, തൃപ്പരപ്പ്, തിരുനന്ദിക്കര, പൊന്മന, പന്നിപ്പാകം, കൽക്കുളം, മേലാങ്കോട്, തിരുവിടയ്ക്കോട്, തിരുവിതാംകോട്, തൃപ്പന്നിയോട്, തിരുവട്ടാലം. ഈ 12 ക്ഷേത്രങ്ങൾ ഓരോ വർഷം നമ്മൾ വരാനായിട്ട് നമുക്കൊരു വികാരമാണ്. 9ാമത്തെ ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ്. അടുത്ത പ്രാവശ്യം നമുക്ക് വരുവാൻ വേണ്ടി ഭഗവാൻ എല്ലാവിധ അനുഗ്രഹങ്ങളും തരുമെന്ന് നമുക്ക് പ്രതീക്ഷയുണ്ട്. താങ്ക് യു ടി വി. സന്തോഷമുണ്ട്. ഗോവിന്ദ 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 ഗോപാല ഗോപാല. അങ്ങനെ ശിവഭക്തരൊക്കെ തന്നെ ഇവിടേക്ക് എത്തി ദർശനം പൂർത്തിയാക്കി ഇനി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകേണ്ട ആ ഒരു കാര്യമൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെയൊക്കെ മുഖത്ത് സന്തോഷം. കാരണം ഇത്രയധികം ക്ഷേത്രങ്ങളിലെത്തി ദർശനം നടത്തി ഒരു ക്ഷീണവുമില്ല എന്നുള്ളത് തന്നെയാണ്. അവരങ്ങനെ ആ ഒരു ഊർജ്ജത്തോടു കൂടി തന്നെയാണ് ഈ ശിവാലയ ഓട്ടത്തിൽ പങ്കുചേരുന്നത്. ചേട്ടന് എത്ര വർഷമായി ചേട്ടാ? 10 വർഷമായി. 30 വർഷം കൊണ്ട് 30 വർഷം കൊണ്ട് നടന്നു തന്നെയാണോ? മുമ്പ് നടന്നു വന്നു. ഇപ്പൊ ബൈക്കിൽ വരും. ബൈക്കിൽ ക്ഷേത്രത്തില് ദർശനമൊക്കെ നടന്ന ആരോഗ്യത്തിന് ഒരു കുഴപ്പവും വരില്ല. ഒന്നുമില്ല. ആരോഗ്യമല്ലാതെ 12 ക്ഷേത്രവും ദർശനം നടത്തിയിട്ട് മറ്റവിടെ കൊള്ളാം. നമ്മൾ 12 ശാസ്ത്രത്തിൽ പോകുന്നതിനകത്ത് തന്നെ ആരോഗ്യം വരും. വരാത്ത ആരോഗ്യം വരും. 24 വർഷമായി മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്നു. അത് തന്നെ മുടങ്ങാതെ വരുന്ന ഭക്തരാണ് ഇവരൊക്കെയും. ഓരോരുത്തരും അങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവരൊക്കെ ഇനി ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിനുള്ളിൽ പോയി ദർശനം നടത്തിയിട്ടാണ് അടുത്ത ക്ഷേത്രത്തിലേക്കുള്ള യാത്ര. എന്തായാലും 9ാമത്തെ ക്ഷേത്രം അത് തന്നെയാണ് ഈ തിരുവിടൈക്കോട് ക്ഷേത്രം. ഇനി അടുത്തതായി ഉണ്ട് മറ്റ് ക്ഷേത്രങ്ങൾ. അവസാനം എത്തുന്ന ക്ഷേത്രം. അവിടെ കുളിച്ച് എല്ലാ ക്ഷേത്രങ്ങളിലും എത്തുമ്പോൾ കുളിച്ച് തൊഴുതുകൊണ്ട് ആദ്യം പുലർച്ചെയായിരുന്നു നമ്മളിത് ആരംഭിച്ചത്. ഇന്ന് തിരുമല ക്ഷേത്രത്തിൽ നട തുറന്നപ്പോൾ അവിടെ വലിയ ഭക്തജനത്തിരക്ക്. അവരൊക്കെ തന്നെ നമ്മളോടൊപ്പം അങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. അവരോരോ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോഴും അവരൊക്കെ ഭക്തിയോടെ തന്നെ ഈ ഒരു മന്ത്രങ്ങളൊക്കെ ഉരുവിട്ടുകൊണ്ട് ക്ഷേത്രത്തിനുള്ളിൽ ദർശനം നടത്തി അടുത്ത ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ചിലരൊക്കെ അങ്ങനെ ഓടിപ്പോകുന്നത് കാണാം. അത് തന്നെയാണ് ശിവാലയ ഓട്ടം എന്ന് പറയുന്നത്. അത്തരത്തിൽ വേഗതയിലാണ് ഈ കാര്യം നടക്കുന്നതെന്നതാണ്. അതായത് ഓരോ ക്ഷേത്രത്തിലും ദർശനം നടത്തി ഭക്തരൊക്കെ അടുത്ത ക്ഷേത്രത്തിലെ ലക്ഷ്യമാക്കി ഓടുകയാണ്. അതിലിപ്പോൾ നമുക്ക് ഇവിടെ നിരവധി ആളുകൾ എത്തുന്നുണ്ട്. അതായത് അമ്മമാരുണ്ട്, അതോടൊപ്പം തന്നെ കുഞ്ഞുങ്ങളുണ്ട്. അവരൊക്കെ തന്നെ ഒരേ ലക്ഷ്യം, അതായത് ഓരോ ക്ഷേത്രത്തിലും എത്തി ദർശനം നടത്തുക എന്നുള്ളതാണ്. ചേട്ടാ, എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ? യാത്ര എങ്ങനെയുണ്ടായിരുന്നു? നല്ലായിരുന്നു. വർഷം തോറും വരുന്നതുകൊണ്ട്. കേരള ഇവിടെ കന്യാകുമാരി. അപ്പോൾ അങ്ങനെ കന്യാകുമാരി ജില്ലയിലൊക്കെ ഉള്ള ആളുകൾ, അത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ തമിഴ്നാട്ടിൽ നിന്നാണ് ആളുകൾ ഈ ഒരു ഭക്തജനങ്ങൾ ഈ ഒരു ശിവാലയ ഓട്ടത്തിൽ പങ്കെടുത്തിരുന്നതെങ്കിൽ ഇന്ന് കൂടുതലും മലയാളികളെയാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചത്. ഈ ക്ഷേത്രമൊക്കെ നമുക്കറിയാം, ഈ ഒരു തമിഴ്നാടിൻ്റെ ആ ഒരു ക്ഷേത്രങ്ങൾ, അതായത് കൊത്തുപണികളായാലും അതോടൊപ്പം തന്നെ അതിൻ്റെയൊക്കെ ആ ഭംഗി നമുക്ക് ഓരോരുത്തർക്കും ഇവിടേക്ക് എത്തുമ്പോൾ അത് ആസ്വദിക്കാനാകും. കാരണം ഓരോ ക്ഷേത്രങ്ങളും 12 ക്ഷേത്രങ്ങളാണ്. 12 ശിവക്ഷേത്രങ്ങളെന്ന് പറയുമ്പോൾ കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. അതായത് ഒരു ക്ഷേത്രം കഴിഞ്ഞാൽ അടുത്തൊരു 7-8 കിലോമീറ്റർ കഴിഞ്ഞ് അടുത്ത ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ചിലത് 2-3 കിലോമീറ്റർ ആയിരിക്കും. അങ്ങനെ ഓരോ ക്ഷേത്രങ്ങളിലും കിലോമീറ്ററുകൾ കണക്ക് നടന്നും വാഹനങ്ങളിലുമൊക്കെ പോകുന്നവരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തിങ്ങി നിറഞ്ഞ് അകത്തേക്ക് അവർ കയറുന്നത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഇനിയും ഒരുപാട് ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരാനുണ്ട്. ഇന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ അവരൊക്കെ ഈ ദർശനം പൂർത്തിയാക്കി, അതായത് വൈകുന്നേരത്തോടു കൂടി അവസാനത്തെ ക്ഷേത്രത്തിലേക്ക് എത്തണമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇവരൊക്കെ തന്നെ ഇപ്പോൾ ഈ ദർശനത്തിന് എത്തിയിരിക്കുന്നത്. അവസാനത്തെ ക്ഷേത്രത്തിലെത്തി ദർശനം കഴിഞ്ഞ് മടങ്ങിയവരുമുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഉച്ചയോടെയൊക്കെ ദർശനം ആരംഭിച്ചവരൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോരുത്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗോപാല ഗോവിന്ദ ഗോവിന്ദ ഗോപാല ഗോവിന്ദ
അപ്പോൾ അവരുടെ കയ്യിൽ നമുക്ക് മയിൽപ്പീലിയും വിശറിയും ഒക്കെ കാണാം. ഈ വിശറി എന്ന് പറയുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിച്ച് ഈ ദർശനം നടത്തുന്ന സമയം അവിടെ ദേവന് വീശിക്കൊടുക്കുകയാണ്. അതോടൊപ്പം അതിന് ഒരു കിഴിയിൽ ഭസ്മവും ഉണ്ടാകും, കുറച്ച് പണവും ഉണ്ടാകും. അങ്ങനെ അവരൊക്കെ ആ ഒരു ആചാര പ്രകാരം തന്നെയാണ് ഈ ഒരു ശിവാലയ ഓട്ടത്തിൻ്റെ ഭാഗമാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. എല്ലാവരും അങ്ങനെ നെറ്റിയിൽ ഭസ്മം ചാർത്തിക്കൊണ്ട് ഇവിടേക്ക് ദർശനത്തിനായി എത്തുന്ന ഓരോരുത്തരെ നമുക്ക് കാണാം. അമ്മ എവിടുന്നാ വരുന്നേ? അടുത്തുനിന്ന് തന്നെ തക്കലേന്ന്. ഇത് കുറെ വർഷം കൊണ്ട് വരുന്നുണ്ട്. ആറ്റിങ്ങ രാവിലെ വണ്ടിയിൽ വന്നു. രാവിലെ വണ്ടിയിൽ എല്ലാവരും തിരുവനന്തപുരത്തിൻ്റെ അങ്ങേയറ്റത്തിൽ നിന്നൊക്കെ ആളുകൾ എത്തുന്നുണ്ട് എന്നുള്ളതാണ് ഈ ശിവാലയ ഓട്ടത്തിന് ഭാഗമാകുവാൻ. അതായത് ഈ തെക്കൻ ജില്ലയ്ക്ക് ഇപ്പുറം കൂടുതലായി അറിയാമെന്നല്ലാതെ വടക്കോട്ടൊന്നും ഈ ശിവാലയ ഓട്ടത്തിനെ പറ്റി അങ്ങനെ കൂടുതൽ അറിയില്ല എന്നുള്ളതാണ്. അതായത് പലരും സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശിവനെ ദർശിക്കാൻ വരുന്നവർ ഗോവിന്ദ ഗോപാല എന്നുള്ള മന്ത്രം മുഴക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ, അതിനൊക്കെ പിന്നിലുള്ള ആ ഒരു ഐതിഹ്യം നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അത്തരത്തിൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു ആചാരമാണ് ഈ ഒരു ശിവാലയ ഓട്ടം എന്നുള്ളത്.